Mayday, Mayday, Mayday. ഈ അടുത്തിടെ നമ്മയെല്ലാം നടുക്കിയ എയർ ഇന്ത്യ വിമാന അപകടം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. വെറും 5 വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാക്കുകൾക്ക് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ആ കോളിനെ വിളിക്കുന്ന പേരാണ് മേഡേ കോൾ. നിങ്ങൾ സിനിമകളിലും മറ്റും വിമാനം, കപ്പൽ ഇവയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഈ മേഡേ കോൾ? എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ആരാണിത് വിളിക്കുന്നത്? ഈ കോൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ റോംബസ് സയൻസ് ചാനലിലേക്ക് സ്വാഗതം. മേഡേ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ടാകാം, അല്ലേ? ഇതൊരു അപകട സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. മേഡേ എന്നത് ഒരു അന്താരാഷ്ട്ര റേഡിയോ ഡിസ്ട്രസ് സിഗ്നലാണ്. വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ അതിനുള്ളിലുള്ള മനുഷ്യ ജീവനുകൾക്ക് ജീവ അപായ സാഹചര്യം ഉണ്ടാകുകയും മറ്റും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണിത്. ഇത് ഫ്രഞ്ച് പദമായ എഴുതുന്നത് ഇങ്ങനെയാണ്, പക്ഷേ വായിക്കുന്നത് മേഡേ എന്ന് തന്നെയാണ്. ഇതിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. അതിനർത്ഥം എന്നെ സഹായിക്കുക എന്നാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള ഒരു സന്ദേശമാണിത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മേഡേ കോൾ വിളിക്കാൻ പറ്റുമോ? ഇല്ല. മേഡേ കോൾ വിളിക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. സ്വന്തം ജീവനോ വിമാനത്തിനോ കപ്പലിനോ അല്ലെങ്കിൽ അതിലുള്ള യാത്രക്കാർക്കോ നേരിട്ടുള്ളതും ഗുരുതരവുമായ ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമാണ് മേഡേ കോൾ വിളിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വിമാനത്തിൻ്റെ ഒരു എഞ്ചിനോ അല്ലെങ്കിൽ 2 എഞ്ചിനോ തകരാറിലായെന്ന് വിചാരിക്കുക. അതൊരു ഗുരുതരമായ സാഹചര്യമാണ്. അപ്പോൾ മേഡേ കോൾ ചെയ്യാവുന്നതാണ്. പൈലറ്റിന് വിമാനത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു കരുതുക. അപ്പോഴും പൈലറ്റിന് ഒരു മേഡേ കോൾ വിളിക്കാവുന്നതാണ്. തീപിടുത്തം, കപ്പലിലായാലും ശരി വിമാനത്തിലായാലും ശരി, എവിടെയെങ്കിലും തീ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അത് അണയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മേഡേ കോൾ ചെയ്യാവുന്നതാണ്. മറ്റൊന്നുള്ളത് ഗുരുതരമായ മെഡിക്കൽ എമർജൻസിയിലാണ് വിളിക്കുന്നത്. വിമാനത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി ഉണ്ടാവുകയോ ഡോക്ടറുടെ സഹായം അടിയന്തരമായി ആവശ്യമായി വരികയോ ചെയ്താൽ മേഡേ കോൾ നൽകാവുന്നതാണ്. മറ്റത് ഇന്ധനക്കുറവ്. വിമാനത്തിൽ ആവശ്യത്തിനുള്ള ഇന്ധനം ലഭ്യമല്ല എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അടുത്ത സ്ഥലത്ത് എത്തി ലാൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇന്ധനം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും പൈലറ്റിന് ഒരു മേഡേ കോൾ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ബന്ദിയാക്കൽ, ഹൈജാക്കിംഗ് എന്നീ ഘട്ടങ്ങളിൽ വിമാനത്തിൻ്റെ ബന്ദിയാക്കൽ അല്ലെങ്കിൽ ഹൈജാക്കിംഗ് ഇത് നടക്കുന്ന സാഹചര്യങ്ങളിലും മേഡേ കോൾ ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ ഉടനടി അടിയന്തര സഹായം ലഭിച്ചില്ലെങ്കിൽ ഗുരുതരമായ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന സാഹചര്യത്തിലാണ് മേഡേ കോൾ വിളിക്കുന്നത്. ഇനി നമുക്ക് ഒരു മേഡേ കോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സാധാരണയായി വിമാനത്തിൻ്റെ ക്യാപ്റ്റനോ കപ്പലിൻ്റെ ക്യാപ്റ്റനോ ആണ് മേഡേ കോൾ ചെയ്യുന്നത്. ഇതിന് കൃത്യമായൊരു ഫോർമാറ്റുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് അംഗീകരിക്കപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണ്. ആദ്യം റേഡിയോയിൽ അവർ 3 തവണ മേഡേ എന്ന് ആവർത്തിച്ച് പറയും. അതായത് മേഡേ, മേഡേ, മേഡേ. പിന്നീട് വിമാനത്തിൻ്റെ അല്ലെങ്കിൽ കപ്പലിൻ്റെ കോൾ സൈൻ, എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എയർക്രാഫ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും, അതും 3 തവണ ആവർത്തിക്കും. ഉദാഹരണമായിട്ട് AK302 ആണ് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറെങ്കിൽ AK302, AK302, AK302 ഇങ്ങനെ 3 ആവർത്തിക്കണം. ശേഷം വിമാനത്തിൻ്റെ അല്ലെങ്കിൽ കപ്പലിൻ്റെ കൃത്യമായ സ്ഥാനം പറയണം. അതായത് എത്ര ഉയരത്തിലാണ്, ഏത് ദിശയിലാണ് എന്നതൊക്കെ ഇതിൽ ഉൾപ്പെടും. പിന്നെ എന്ത് അപകടമാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണം.
എൻജിൻ ഫയറാണോ, ഇന്ധനക്കുറവാണോ, നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ, അല്ലെങ്കിൽ എൻജിൻ ഫെയിലിയറാണോ, ഇവയൊക്കെ കൃത്യമായി പറയും. അതിനുശേഷം അവരുടെ നിലവിലുള്ള ഉദ്ദേശ്യം എന്താണെന്ന് വ്യക്തമാക്കും. അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ പോവുകയാണോ, എവിടെയെങ്കിലും തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണോ എന്ന കാര്യങ്ങളൊക്കെ പറയണം. അവസാനമായി വിമാനത്തിൽ അല്ലെങ്കിൽ കപ്പലിൽ എത്ര പേരുണ്ടെന്ന വിവരവും നൽകും. ഈ കാര്യങ്ങളൊക്കെ വളരെ വേഗതയിലും വ്യക്തതയിലും ആശയവിനിമയം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മേഡേ കോൾ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? മേഡേ കോൾ കേൾക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമുകളും മറ്റ് കൺട്രോൾ യൂണിറ്റുകളും ഉടൻ തന്നെ റെഡ് അലർട്ടിലേക്ക് മാറും. ഇത് ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള സന്ദേശമായതുകൊണ്ട് തന്നെ മറ്റെല്ലാ ആശയവിനിമയങ്ങളും താൽക്കാലികമായി നിർത്തും. എയർ ട്രാഫിക് കൺട്രോളർമാർ വിമാനത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നിർദ്ദേശങ്ങൾ നൽകും, അല്ലെങ്കിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും നൽകും. അഗ്നിശമന, ആംബുലൻസ്, മെഡിക്കൽ ടീമുകൾ, രക്ഷാപ്രവർത്തകർ എന്നിവരെയെല്ലാം വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ കപ്പലാണെങ്കിൽ തീരപ്രദേശങ്ങളിൽ സജ്ജമാക്കും. മറ്റൊന്ന് റൂട്ട് ക്ലിയറൻസ് ആണ്. മറ്റ് വിമാനങ്ങളെ ഈ മേഡേ കോൾ നടത്തിയ വിമാനത്തിൻ്റെ റൂട്ടിൽ നിന്ന് മാറ്റിവിട്ട് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് സുഗമമായ പാതയൊരുക്കും. വിമാനത്തിൻ്റെ നിലവിലെ അവസ്ഥയും യാത്രക്കാരുടെ എണ്ണവും മറ്റ് വിവരങ്ങളും രക്ഷാപ്രവർത്തകർക്ക് കൈമാറും. ബ്ലാക്ക് ബോക്സ് ഡാറ്റ അനലൈസ് ചെയ്ത് എന്തുകൊണ്ടാണ് മേഡേ കോൾ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നുള്ളത് പിന്നീട് അന്വേഷകർ കണ്ടെത്തും. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഓരോ സെക്കൻഡിനും വിലയുള്ള സാഹചര്യത്തിൽ വളരെ വേഗത്തിലാണ് ഓരോ തീരുമാനങ്ങളും നടപ്പാക്കുന്നത്. എല്ലാ അടിയന്തര സാഹചര്യങ്ങൾക്കും മേഡേ കോൾ വിളിക്കില്ല. കുറഞ്ഞ പ്രാധാന്യമേ ഉള്ളൂ ആ സാഹചര്യത്തിനെങ്കിൽ പാൻ എന്ന കോഡാണ് ഉപയോഗിക്കുന്നത്. പാൻ എന്നതും ഫ്രഞ്ച് പദമാണ്. ഇതിനർത്ഥം ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ തകരാറെന്നാണ്. എന്താണ് പാനും മേഡയും തമ്മിലുള്ള വ്യത്യാസം? ജീവനും സ്വത്തിനും അടിയന്തരമായതും ഗുരുതരമായതുമായ ഭീഷണിയില്ലാത്ത സാഹചര്യങ്ങളിലാണ് പാൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു വലിയ അപകട സാധ്യത ഉണ്ടെങ്കിലും മേഡേ വിളിക്കുന്നത്ര ഗുരുതരമായ അവസ്ഥയല്ല. ഉദാഹരണമായിട്ട് ഒരു ചെറിയ എൻജിൻ തകരാറ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള തകരാറല്ല, ചെറിയൊരു എൻജിൻ തകരാറ്, അല്ലെങ്കിൽ വിമാനത്തിലുള്ള ഒരു രോഗിക്ക് വൈദ്യസഹായം വേണം, പക്ഷേ ജീവൻ അത്ര ഭീഷണിയായിട്ടില്ല. അതല്ലെങ്കിൽ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് വേഗത്തിൽ ലാൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പാൻ ഉപയോഗിക്കും. ഇതിൽ മുൻഗണന മേഡേ കോളിനാണ്. മേഡേ കോളിന് ശേഷം രണ്ടാമത്തെ മുൻഗണന എന്ന് പറയുന്നത് പാനാണ്. ഈ വ്യത്യാസം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇത് അടിയന്തര സാഹചര്യങ്ങളുടെ തീവ്രതയെ ആശ്രയിച്ചാണ് മേഡേ ആണോ പാൻ ആണോ ഉപയോഗിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. മേഡേ കോൾ എന്നത് ഞാൻ പറഞ്ഞു വിമാനയാത്രയിലും കപ്പൽ യാത്രയിലും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അതീവ നിർണായകമായ ഒന്നാണ്. ഇതൊരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകും. ഈ റേഡിയോ കോളിംഗ് സംവിധാനം കാരണം ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ജീവനുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ പോലും ആശയവിനിമയം നിലനിർത്താൻ സഹായിക്കും. പൈലറ്റുമാരുടെയും എയർ ട്രാഫിക് കൺട്രോളർമാരുടെയും അടിയന്തര ഘട്ടങ്ങളിലെ പരിശീലനം, അവരുടെ മനസാന്നിധ്യം, കൃത്യമായ നിർദ്ദേശങ്ങൾ എന്നിവയാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. മേഡേ കോൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത് കേൾക്കാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത്തരം ഒരു സംവിധാനം നിലവിലുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചത് മാത്രം. ഇത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വളരെ നന്ദി, നമസ്കാരം.